ആക്ച്വലി ഒരു എക്സ് ഷേപ്പ് ടെയിൽ ലാമ്പാണ്. പക്ഷെ ഇതിന് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ വൺ ടൈം പാർക്ക്, അതായത് നമ്മൾ ജസ്റ്റ് ആദ്യമായിട്ട് പാർക്കിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇതൊരു സ്കാനിങ് പോലാണ് ഗൈസ് പോകുന്നത്. നമുക്ക് നല്ല പ്രാക്ടിക്കലുമാണ്, അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കുകയും കാര്യങ്ങളൊന്നുമില്ല. സംഭവം ഫംഗ്ഷനിങ് ആണ്. പിന്നെ നമ്മൾ ബമ്പറിൽ നമ്മളൊരു ഇതാണ് ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കസ്റ്റമൈസ്ഡ് ഫോഗ് ലാമ്പ് അല്ല. വേറെയും കുറച്ച് ആൾക്കാർ ചോദിക്കും ഇത് ഇതിനകത്ത് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ. ആക്ച്വലി അല്ല, നമ്മൾ വെർണ പോലുള്ള സെഡാൻ മോഡൽ വണ്ടിയിൽ നമ്മൾ വണ്ടി ടോട്ടലി പണിഞ്ഞിറക്കാൻ എത്രയാണ് ഓവർ കോസ്റ്റ് അയക്കുന്നത്. ഗുഡ് ഈവനിങ് ഗൈസ്, ഇറ്റ്സ് മീ റോഹിത് ഡൊണാൾഡ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ കിട്ടിയേക്ക് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഓൺ ഗോയിങ് മോഡലൊരു മഹേന്ദ്ര താറാണ്. ഈ താറിൽ ആക്ച്വലി നമ്മൾ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും കാണിക്കുന്ന പോലെ ഇതും നമ്മുടെ 02 ഗാരേജിൽ നിന്ന് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ബേസിക്സ് ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ഒരു ഫ്രണ്ട് ഗ്രില്ലുണ്ട്. ആക്ച്വലി ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് ഗ്രില്ലാണ് ഈ ഒരു വണ്ടിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലാംപ്സ് ഉണ്ട്. ഈ ഹെഡ് ലാംപ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ തൈവാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്ന ഹെഡ് ലാംപ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വന്നേക്കുന്നത്. അതിനകത്ത് തന്നെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർക്കിൽ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഒരു DRL വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഫംഗ്ഷനും വരുന്നുണ്ട്. വേറൊരു കാര്യം, നമ്മൾ ബ്രൈറ്റ് ഇടുമ്പോഴത്തേക്ക് ബാക്കിയിരിക്കുന്ന LEDs ഉണ്ട്. ഈ LEDs ആണ് ആക്ച്വലി നമ്മൾ ബ്രൈറ്റ് ഓൺ ആക്കുമ്പോൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ബമ്പർ ഉണ്ട്. ഈ ഒരു ബമ്പർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കംപ്ലീറ്റ്ലി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ലൈക്ക് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ബമ്പറാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഈ ഒരു ബമ്പർ കയറുമ്പോഴത്തേക്ക് ഏതൊരു താറിൻ്റെ ലുക്കും കിടിലായിട്ടാണ് ഗൈസ് മാറുന്നത്. അത് പറയുമ്പോൾ തന്നെ ഈ ഒരു ബമ്പറിൽ ആക്ച്വലി നമ്മൾ ജസ്റ്റ് ക്ലോസ് വന്നേ ബ്രോ, ബമ്പറിൽ നമ്മളൊരു ഇതാണ് ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കസ്റ്റമൈസ്ഡ് ഫോഗ് ലാമ്പ് അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫോഗ് ലാമ്പ് എന്നൊക്കെ നമുക്ക് പറയാം. അതിനകത്ത് തന്നെ നമ്മുടെ DRL ഫംഗ്ഷൻ വരുന്നുണ്ട്. അതിൽ നമ്മുടെ സെയിം ഈ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ നമ്മുടെ ഫോഗ് ലാമ്പിലും വരുന്നുണ്ട്. ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു ഇത്രയും പോർഷനകത്ത് ചെറിയൊരു ക്രോം എലമെൻറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു ക്രോം അല്ല, ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷാണത്. പിന്നെ മേളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ താഴെയായിട്ട് നമ്മൾ ചെറിയൊരു ഡീറ്റെയിലിംഗ് പോലെ ബുൾ ഹോണ്ട ചെറിയൊരു മെറ്റൽ പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ഇത്രയും ഡീറ്റെയിൽസ് ആകുമ്പോൾ തന്നെ നമ്മുടെ മഹേന്ദ്രയുടെ ഈ ഒരു താറിൻ്റെ ഫ്രണ്ട് ലുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബൾക്കി ആവുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആക്ച്വലി ഇതാണ്ട് ഒരു റേഡിയേറ്റർ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഈ റേഡിയേറ്റർ ഗാർഡ് ആക്ച്വലി ഒരു റെഡ് കളറിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഏതൊരു മഹേന്ദ്ര താറ് സ്വന്തമാക്കിയിട്ടുള്ള എല്ലാ ഓണേഴ്സിനും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ ബമ്പറും അതുപോലെ തന്നെ നമ്മുടെ റേഡിയേറ്റർ ഗാർഡ് ഇടുമ്പോഴത്തേക്ക് വണ്ടിയുടെ ലുക്ക് ഭയങ്കര ലൈക്ക് ടോട്ടലി അങ്ങ് മാറിപ്പോകും ഗൈസ്. അതുപോലെയാണ് ഈ ഒരു വണ്ടി മാറിയേക്കുന്നത്. പിന്നെ നമ്മൾ മേളിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും വെക്കാൻ താല്പര്യവും ഓരോ വണ്ടിയുടെയും ലുക്ക് മാറ്റുന്ന കിടിലൊരു സാധനമാണ് നമ്മുടെ ഹമ്മർ ലൈറ്റ്സ്. അപ്പം നമ്മുടെ ഹമ്മർ ലൈറ്റ്സിൻ്റെ ആ ഒരു മോഡലാണ് നമ്മൾ ഇതിൻ്റെ റൂഫിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ആക്ച്വലി റൂഫ് ലൈറ്റ്സ് ആണ്. അതിനകത്ത് തന്നെ വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ഒരു സംഭവം ഞാൻ പറയുമ്പോഴത്തേക്ക് തന്നെ വേറെയും കുറച്ച് ആൾക്കാർ ചോദിക്കും ഇത് ഇതിനകത്ത് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ. ആക്ച്വലി അല്ല, നമ്മൾ വെർണ പോലുള്ള സെഡാൻ മോഡൽ വണ്ടിയിൽ നമ്മൾ ഫ്രണ്ട് ഈ ഒരു മെഷ് ഉണ്ടല്ലോ, ഈ ഒരു മെഷിനകത്ത് ആക്ച്വലി നമ്മൾ ചെറിയ ഡോട്ട് പോലെ ഈ ഒരു ഹമ്മർ ലൈറ്റ്സ് നമുക്ക് സെഡാൻ കാർസിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു കാര്യം, നമ്മൾ ഇത് കാണിക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരും ചോദിക്കുന്ന സംഭവമാണ് നമ്മുടെ ഈ ഒരു ലഗേജ് കാരിയർ. ഈ ഒരു ലഗേജ് കാരിയറിലും നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ലഗേജ് കാരിയറാണ് നമ്മുടെ ബിംബ്ര എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ലഗേജ് കാരിയറാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ താഴേക്ക് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ലഗേജ് കാരിയർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫെൻഡറിൽ തന്നെ ഒരു ഫെൻഡർ ലാഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു റെഡ് കളറിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഫിനിഷിങ് മാത്രമല്ല, നമുക്ക് നല്ല പ്രാക്ടിക്കലുമാണ്. നമുക്ക് നല്ല പ്രാക്ടിക്കലുമാണ്, അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കുകയും കാര്യങ്ങളൊന്നുമില്ല. സംഭവം ഫംഗ്ഷനിങ് ആണ്. പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക് കാലിബേഴ്സ് ഉണ്ടാകും. ഈ ഒരു ബ്രേക്ക് കാലിബേഴ്സ് ആക്ച്വലി നമ്മൾ റെഡ് കളറിലേക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അലോയ്സ് സ്റ്റോക്ക് കളേഴ്സ് തന്നെയാണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ വണ്ടിയുടെ മെയിൻ ഒരു ലൈക്ക് പെയ്താണ്. ഇവിടെ നമ്മളൊരു റെഡ് കളറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഗൈസ് ഈ ഒരു വണ്ടിയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു നമ്മളെന്താ പറയുന്നത് ഒരു ആഫ്റ്റർ മാർക്കറ്റിൻ്റെ ഡിസൈൻ്റെ ഒരു കളി തന്നെ വരുന്നത്. ഈ ഒരു ടെയിൽ ലാമ്പ് നിങ്ങൾ കണ്ടു. ഈ ടെയിൽ ലാമ്പ് ആക്ച്വലി ഒരു എക്സ് ഷേപ്പ് ടെയിൽ ലാമ്പാണ്. പക്ഷേ ഇതിന് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വൺ ടൈം പാർക്ക്, അതായത് നമ്മൾ ജസ്റ്റ് ആദ്യമായിട്ട് പാർക്കിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇതൊരു സ്കാനിങ് പോലാണ് ഗൈസ് പോകുന്നത്. അത് നമ്മൾ വണ്ടിയൊക്കെ ഓഫ് ചെയ്തിട്ട് ഓണാക്കുന്ന സമയത്ത് ആ ഒരു ടൈമിലൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ബ്രേക്ക് ലാമ്പ് കാണാൻ ഭയങ്കര ലുക്കാണ്. നമ്മൾ എന്താ പറയുന്ന വേറൊരു ലെവലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു ഷേപ്പിലാണ് ഇൻഡിക്കേറ്റേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്ന. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ താഴെ ബമ്പറിൽ ആ ഒരു റിഫ്ലക്റ്റേഴ്സ് നോക്കി നമ്മൾ LED റിഫ്ലക്റ്റേഴ്സാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. അതും ഈ ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ഓവറോൾ നിങ്ങൾ ഈ ടെയിൽ ലാമ്പിൽ ആ ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി ഒരു രക്ഷയില്ല. കിടിലമെന്ന് വെച്ചാൽ കിടിലമാണ്. ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ താറിനെ അത്യാവശ്യം നല്ല രീതിയിലൊരു എന്താ പറയുക ലുക്ക് തന്നെയാണ്, ഒരു ഡിഫറെൻറ്റ് ലുക്ക് തന്നെയാണ് ഈ ഒരു നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാമ്പും
നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. പിന്നെ അടുത്ത വേറെ ഇന്റീരിയറിൽ നമ്മൾ കുറച്ച് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്റീരിയറിലേക്ക് കയറാം. ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാണ്ട അകത്തേക്ക് ചെയ്യാം. നമ്മൾ താണ്ട വണ്ടിയുടെ താണ്ട കംഫർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഹരിയാണയൊക്കെ നമ്മൾ ബാക്കിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് അത് നല്ല യാത്ര സുഖം ഉണ്ടെന്ന്. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഫുഡ് റെസ്റ്റ്. നമ്മുടെ ആംറസ്റ്റ് ഒക്കെ ഉണ്ട്. സോറി ഫുഡ് റെസ്റ്റ് ഇല്ല, ആംറസ്റ്റ്. നമ്മുടെ ആംറസ്റ്റ് ഉണ്ട്. ഈ ഫ്രണ്ട് ആംറസ്റ്റ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ബാക്കിലേക്ക് കയറുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ നിങ്ങൾ കാണുന്ന ആ ഒരു ആംറസ്റ്റ് ഉണ്ട്. ആ ഒരു ആംറസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തേക്കുന്നതാണ്. ആ ആംറസ്റ്റിനകത്ത് തന്നെ ബ്രോജസ്റ്റി സീരിയൽ ഫ്രണ്ടിലോട്ടാക്കിയ ആ ആംറസ്റ്റിൻ്റെ അവിടെ തന്നെ നമ്മൾ ചെറിയൊരു ചാർജിങ് സോക്കറ്റും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ചാർജിങ് സോക്കറ്റും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു വണ്ടിക്കകത്ത് ആക്ച്വലി നമ്മളിപ്പം കുറച്ചൊരു ഒരു ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും നമ്മൾ ഈ കേരളത്തിലുള്ള കുണ്ടും കുഴികളൊക്കെ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഹരിയണ്ണയൊക്കെ ബാക്കി ഇരുത്തിക്കൊണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് പോയായിരുന്നു. ഇത് നമ്മുടെ മറ്റേ ഹാർഡ് ടോപ്പ് ഉണ്ടല്ലോ, ഹാർഡ് ടോപ്പ്, ആ ഒരു വേരിയൻ്റ് ആണിത്. നമുക്ക് എന്താ പറയുന്നത്, യാത്ര സുഖമൊക്കെ അത്യാവശ്യം നല്ല യാത്ര സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് അങ്ങനെ നമുക്ക് വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇച്ചിരി ചെറുതായിട്ട് ഡിസ്റ്റൻസ് പോയപ്പോഴത്തേക്ക് നമുക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഈ വണ്ടിക്കകത്ത് മെയിൻ ചെയ്തേക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ 02 ഗാരേജിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വണ്ടിയും കംപ്ലീറ്റ്ലി പണിഞ്ഞിറങ്ങിയേക്കുന്നതിരിക്കും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്കും ഇതുപോലുള്ള കിടിലും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം പള്ളിമുക്കാണ്. പള്ളിമുക്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ 02 ഗാരേജ് ZERO എന്ന് അടിക്കരുത്, KL02ൻ്റെ വെറും 0, ആ 02 നിങ്ങൾ അടിക്കണം. 02 ഗാരേജ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. പിന്നെ ഇതുപോലുള്ള കിടിലൻ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഗൈസ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൾ ആക്കുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കാരണം ഇതിൻ്റെയൊക്കെ ഒരുപാട് ഷോർട്ട് വീഡിയോസും റീൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നുണ്ട്. സോ അതിനൊക്കെ ആയിട്ട് അവിടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, പിന്നെ ആസ് ഓൾവേസ് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ വരുന്ന പോലെ നമ്മുടെ നാണ്ട എപ്പോഴും നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ വിനുബ്രോ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹരിയണ്ണ ഉണ്ട്. കേസ് ഹരിയണ്ണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയണ്ണ കഴിവുകൾ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറണം. വണ്ടിയൊക്കെ മറ്റേ 360 അടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയണ്ണ നമ്മുടെ ഗുരുവാണ് കേസ് അതിനകത്തൊക്കെ. ഓക്കെ, അപ്പോൾ കിടിലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാ ഒരു ബൈ ബൈ പറഞ്ഞത്. ഓക്കെ, bye guys. I go crazy, nah but I ain't lazy. Track after track, I work on the shit daily. Pass me the jack, right as fuel, got me hazy.